കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവിൻ സന്നിധിയിൽ വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട ആത്മീയവും ഭൗതികമായിട്ടുള്ള എല്ലാ നന്മകളും നൽകി തരുന്ന ദൈവം ഇന്ന് ഞങ്ങൾക്ക് വേണ്ട ദൈവശക്തിയും ദൈവത്തിന്റെ വചനത്തിന്റെ പൊരുളും ഞങ്ങൾക്ക് അറിയിച്ചു തരുമാറാകണം. ആരാധനയെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം നമ്മെ വിട്ട് കടന്നുപോയി. പുതിയൊരു ആഴ്ചയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം എന്തെല്ലാം കാര്യങ്ങൾ നേരിട്ടു, ഏതെല്ലാം കാര്യങ്ങളിൽ കൂടി കടന്നുപോയി എന്ന് നാം അറിയുന്നില്ല. പലപ്പോഴും നമുക്ക് പ്രത്യക്ഷമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാവൂ. എന്തെല്ലാം ആപത്ത് വരേണ്ടതായിരുന്നു, എന്തെല്ലാം അനർത്ഥം വരേണ്ടതായിരുന്നു, അതൊക്കെയും നമ്മൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. എന്തെന്നാൽ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിലേക്ക് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ അവന് ഈ ലോകത്തിൽ നിന്ന് നേടാനുള്ളതും ഇവിടെ എന്താണ് ഇവിടെ നിന്ന് സമ്പാദിക്കാനുള്ളത് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ: നീ ആരുടെ പക്ഷക്കാരൻ? നീ ദൈവത്തിൻ്റെ പക്ഷക്കാരനാണോ, ദൈവത്തിൻ്റെ സ്നേഹിതനാണോ, അതോ ലോകത്തിൻ്റെ സ്നേഹിതനാണോ, ലോകത്തിൻ്റെ പക്ഷക്കാരനാണോ? ആത്മീയ മണ്ഡലങ്ങളിൽ നടക്കുന്ന വലിയ ഒരു ശത്രുതയുടെ, വലിയ ഒരു യുദ്ധത്തിൻ്റെ മധ്യത്തിലാണ് മനുഷ്യൻ്റെ സൃഷ്ടി. ദൈവത്തിന് വിരോധമായി ജ്ഞാനം വഷളായി സുബോധം പോയ ഒരു ദൂതനും അവൻ്റെ സൈന്യവും തമ്മിലുള്ള യുദ്ധമാണ് ഇന്ന് ഈ മനുഷ്യ സൃഷ്ടിക്ക് കാരണം. അതിനു വേണ്ടിയിട്ടാണ്, അതിൽ ഒരു പരിഹാരം വരുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ. ദൈവത്തോട് എതിരിടുന്ന ആ ദൂത സൈന്യത്തെ മുഴുവനും ദൈവം ന്യായം വിധിക്കും. ആ ന്യായം വിധിക്കാൻ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. അങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഈ ഒരു രഹസ്യം, ഈ ഒരു സത്യം അത് അറിഞ്ഞില്ല എങ്കിൽ അവൻ്റെ ജീവിതം എത്തേണ്ട സ്ഥലത്ത് എത്തില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നവിടെ ഒരു ഗോതയിൽ 2 പേര് തമ്മിൽ ഗുസ്തി മത്സരമാണ്. ഈ മത്സരത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അവർ 2 പേരും അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്: ഞാൻ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്നവനാണ്, ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ച് നിൽക്കുന്നവനാണ്. ഞാൻ തോറ്റാൽ എൻ്റെ രാജ്യമാണ് തോൽക്കുന്നത്, ഞാൻ ജയിച്ചാൽ എൻ്റെ രാജ്യമാണ് ജയിക്കുന്നത്. ഒരിക്കലും എതിരാളി എനിക്ക് നന്മ ചെയ്യില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നുകൊണ്ട് വേണം ഗോതയിൽ നിൽക്കാൻ. അങ്ങനെ നിന്ന് മത്സരിക്കുന്നത് പോലെ ഇവിടെ ഭൂമിയിൽ ജനിക്കുന്ന ഒരു മനുഷ്യന് അത് കുഞ്ഞിലെ മുതൽ അവന് തിരിച്ചറിവാകുന്ന സമയം മുതൽ തന്നെ മാതാപിതാക്കളും അവൻ്റെ ഗുരുക്കന്മാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്: മോനെ, ഈ ലോകത്തിൽ പുല്ല്, മൃഗങ്ങൾ, മറ്റ് ജീവികൾ എന്നിവ ജനിക്കുന്നത് പോലെ അല്ല നീ ജനിച്ചിരിക്കുന്നത്. നിന്റെ ജനനം കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത്, വചനം പറയുന്നത്, മൃഗങ്ങൾ ജനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റ് ജീവികൾ ജനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന് വചനം പറയുന്നത്, ജാത്യാ പിടിപെട്ട് നശിപ്പാൻ പിറന്ന ജന്തുക്കൾ, അത് നശിക്കാൻ വേണ്ടി തന്നെ ജനിച്ചതാണ്. ഒരു കോഴി അത് ജനിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അതിനൊരു വളർച്ചാ പൂർത്തീകരണമുണ്ട്. ആ സമയത്ത് അതിനെ കൊല്ലും, അല്ലെങ്കിൽ സ്വയം നശിക്കും. ഇതാണ് ലോകത്തിൽ ജീവികളെക്കുറിച്ചും ജന്തുക്കളെക്കുറിച്ചുമുള്ള ഉദ്ദേശം. എന്നാൽ മനുഷ്യനെക്കുറിച്ച് അങ്ങനെയല്ല. മനുഷ്യനെക്കുറിച്ച് മരിക്കുന്നതിന് മുമ്പ് ഇവൻ ആരുടെ പക്ഷക്കാരൻ? നീ ദൈവത്തിൻ്റെ പക്ഷക്കാരനാണോ, അതോ ദൈവത്തിൻ്റെ എതിരാളിയായ സാത്താൻ്റെ പക്ഷക്കാരനാണോ? ഇത് രണ്ടിലും ഒന്ന് തെളിയിച്ചാൽ മതി. പിന്നെ അവൻ്റെ പ്രശ്നം, ഉത്തരവാദിത്വം തീർന്നു. ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന ഒരാൾ ആ പോകുന്ന വിദ്യാഭ്യാസം, അതിപ്പോൾ ഡോക്ടറാകാനായാലും എഞ്ചിനീയർ ആകാനായിരുന്നാലും ക്ലർക്കാകാനായിരുന്നാലും ഏത് ഇതിന് പഠിക്കാൻ പോയിരുന്നാലും ആ പഠിക്കുന്ന സമയത്ത് അവൻ ആ ജോലി ചെയ്യുന്നില്ല. ആ പഠനം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് അവൻ വരും. ആ സർട്ടിഫിക്കറ്റ് അവൻ ഇനി പഠിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാൻ
യോഗ്യനെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. ഇതുപോലെയാണ് ഈ ഭൂമിയിലെ ജീവിതം. ഈ ഭൂമിയിലെ ജീവിതത്തിൽ നീ എന്ത് പ്രാപിച്ചിരിക്കുന്നുവോ, നീ എന്തിനെ പരിശീലിച്ചിരിക്കുന്നുവോ, ഏത് നിലയിൽ എത്തിയോ അതനുസരിച്ച് നിനക്ക് ജീവിക്കാനുള്ള ഒരവസ്ഥ ഇവിടെ ഇല്ല. പിന്നെയോ ഈ ലോകത്തിൽ വെച്ച് തന്നെ സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് പോകുന്ന കുഞ്ഞുങ്ങളെ പോലെ നീ പഠിച്ച് വളർന്നു വന്നതിന് ശേഷം നിന്നെക്കുറിച്ച് ഇവിടെ പഠിച്ചതനുസരിച്ച് ജീവിക്കാൻ ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോവുക. അത് മനുഷ്യൻ ഗ്രഹിച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏത് കാര്യത്തിനായാലും നിന്റെ ചാൻസ് നീ നഷ്ടപ്പെടുത്തരുത്. അതായത് ലോകത്തിൽ സന്തോഷിക്കാനും ആശ്വസിക്കാനും ഉല്ലാസിക്കാനും ഒരു സാധ്യത കിട്ടിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുത്തി കളയരുത്. എന്നോട് പറഞ്ഞിട്ടുള്ളതാ പലരും. കാരണം ഒരു ജീവിതം ഒന്നേ ഉള്ളൂ. അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. അങ്ങനെയല്ല ക്രിസ്തീയ ജീവിതം പഠിപ്പിക്കുന്നത്. ക്രിസ്തീയ ജീവിതം പഠിപ്പിക്കുന്നത് ഇവിടെ 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 അത് അങ്ങനെ ജീവിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളോ പറഞ്ഞത് ആത്മീക യാഗം കഴിപ്പാൻ തക്ക പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഇവിടെ പണിത് തീർന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ആരാധനയും യഥാർത്ഥത്തിലുള്ള ശുശ്രൂഷയും യഥാർത്ഥത്തിലുള്ള ആനന്ദവും യഥാർത്ഥത്തിലുള്ള ജീവിതവും തുടങ്ങുന്നത് ഇത് ശരീരം വിട്ടതിന് ശേഷമാണ്. അതാണ് ഒരു ദൈവത്തിൻ്റെ പൈതലിനെ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഇവിടെ നിന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും, അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ ലോകത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ഈ ലോകത്തെ ജയിച്ച് പോകണമോ? ക്രിസ്തു യേശു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് ആ ഭാവം തന്നെ നിങ്ങളും ആയുധമായി ധരിപ്പിക്കും. ഈ ലോകത്തിൽ ഞാൻ ഇവിടെ സുഖിക്കാമെന്നും സന്തോഷിച്ച് ജീവിക്കാമെന്നും കരുതിയാൽ നിശ്ചയമായിട്ടും എൻ്റെ ജീവിതം നരകതുല്യമാണ്. എന്നാൽ അങ്ങനെയല്ല. എൻ്റെ കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചത് ഇങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ്? കഷ്ടതയ്ക്ക് വേണ്ടി തന്നെ ജനിച്ചതാണ്, കഷ്ടതയ്ക്ക് വേണ്ടി തന്നെ ജീവിച്ചതാണ്. ഒരു സന്തോഷവും ഈ ലോകം അവന് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ഞാനും ആയിരിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞ് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം നടപ്പാകും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എല്ലാ ജീവിതങ്ങളും, എല്ലാ മനുഷ്യരും, എല്ലാ ജീവികളും ജനിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ഇതുപോലെ തന്നെ മനുഷ്യൻ ജനിക്കുന്നതിനും ഒരു ഉദ്ദേശമുണ്ട്. മൃഗങ്ങൾ ജനിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കി. ജാതി പിടിപെട്ട് നശിക്കാൻ പറഞ്ഞത് അത് നശിക്കാൻ തന്നെയാണ്. അതുപോലെ ജീവിക്കുന്ന മനുഷ്യരുമുണ്ട്. പത്രോസിന്റെ ലേഖനം പറയുന്നത് അവർ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ തങ്ങളെ തന്നെ വഷളാക്കുന്നു. സ്വാഭാവികമായി എന്ത് ഗ്രഹിക്കുന്നുവോ അതിനാൽ തങ്ങളെ തന്നെ വഷളാക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു മനുഷ്യന്റെ ജനനം അത് സന്തോഷമായി തീരണമെങ്കിൽ എന്ത് വേണം? അവൻ്റെ ദുഃഖമായി തീരണമെങ്കിൽ എന്ത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവേ ഉള്ളൂ. എന്ത്? ഈ ലോകത്തിൽ സ്വാഭാവികമായി മൃഗങ്ങളെപ്പോലെ ജീവിച്ചാൽ അവൻ ഏറ്റവും വലിയ ദ്രോഹിയായി തീരും. എന്നാൽ ദൈവത്തിന് പക്ഷക്കാരായി ജീവിക്കണമെങ്കിലോ അതിന് ദൈവം തന്ന മാർഗമാണ് വിശ്വാസമാർഗം. മരിക്കുന്നതിന് മുമ്പ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കിയാൽ അവൻ്റെ പേര് നീതിമാന്മാരോടുകൂടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരോടുകൂടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷക്കാരോടുകൂടെ എഴുതും. ഇവൻ എൻ്റെ പക്ഷക്കാരനാണ്, ഇവൻ എൻ്റെ സ്നേഹിതനാണ്, ഇവൻ നീതിമാനാണ്. ഈ 3 കാര്യങ്ങൾ കിട്ടിയാൽ മതി. മരണസമയത്ത് വരെയും ഈ ലോകം ഒന്നും തന്നില്ലെങ്കിൽ, ഒരു നന്മയും തന്നില്ലെങ്കിലും, ഒരു സന്തോഷവും തന്നില്ലെങ്കിലും, മരണത്തിന് മുമ്പ് കർത്താവ് പറഞ്ഞാൽ മതി ഈ 3 കാര്യം. അബ്രഹാം മരിക്കുന്നതിന് മുമ്പ് അത് പ്രാപിച്ചതാ. ഇവൻ എൻ്റെ സ്നേഹിതനാണ്, അവൻ നീതിമാനാണ്, കർത്താവിന് സ്തോത്രം, അവൻ ദൈവത്തിൻ്റെ പക്ഷക്കാരനാണ്. അത് തെളിയിച്ചു. അവൻ്റെ ജീവിതം ഇതാ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാം ഒരുക്കി വളർച്ച പ്രാപിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുകയാണ്. ഇനി ജീവിതം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. എങ്ങനെ? ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ലോകപ്രകാരം ജീവിക്കുമ്പോൾ അവൻ ഒന്നും പഠിക്കണ്ട. ഈ ലോകത്തിലുള്ള അനുഭവങ്ങൾ മാത്രം മതി അവൻ ഏറ്റവും ദോഷിയായിട്ട് വളർന്നു വരാൻ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്
ലോകത്തിൽ ഏറ്റവും ദുഷ്ടന്മാരായി തീർന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവൻ ദുഷ്ടനായി തീരുന്നത്? കർത്താവിന്റെ വചനം പറയുന്നത്, അവർ ബാല്യം മുതൽ എന്നെ പലപ്പോഴും ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. ഉപദ്രവം നേരിടും. ഈ ലോകം മനുഷ്യൻ ജനിച്ചാൽ അവനെ ഉപദ്രവിക്കും, കഷ്ടപ്പെടുത്തും, വഞ്ചിക്കും, സാമ്പത്തിക നഷ്ടം വരുത്തും, അപമാനിക്കും. ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത്, ഈ ലോകത്തിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നതെങ്കിൽ അവൻ ആരോടും വൈരാഗ്യം ഉണ്ടാവില്ല, ആരോടും പ്രതികാരമില്ല. ആരോടും പ്രതികാരമുണ്ടോ? ഇല്ല. എന്നെ അപമാനിച്ചെങ്കിൽ എനിക്കെന്താ? എന്നെ അപമാനിച്ചെങ്കിൽ ഏകദൈവത്തിൽ നിന്നുള്ള മാനമാണ് ഞാൻ കാക്ഷിക്കുന്നത്. പിന്നെ എന്നെ അപമാനിച്ചാൽ എനിക്കെന്താ? അപ്പൊ അതുകൊണ്ട് ലോകത്തിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്നതൊന്നും, ഏതെല്ലാം അപമാനം ലഭിച്ചോ, തിരിച്ച് യാതൊരു തരത്തിലുള്ള എതിരുമില്ല. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അവനെ ഒന്ന് നോക്കും. നോക്കിക്കഴിയുമ്പോൾ ദൈവം മുൻകണ്ടിട്ടില്ലാത്ത ജനം ആരായിത്തീരും? ഏറ്റവും വലിയ ദ്രോഹികളായിത്തീരും. ഏറ്റവും വലിയ ദ്രോഹിയായിത്തീരും. എന്നാൽ ദൈവത്തിന്റെ ജനമോ? സങ്കീർത്തനം പറയുന്നത്, അവർ എന്നെ ജയിച്ചില്ല. ഇത്രയും ഉപദ്രവം അവർ എന്നെ ജയിച്ചിട്ടും എന്നെ എന്തൊക്കെ ചെയ്തു? സമ്പത്തുകളുടെ നഷ്ടം എനിക്ക് വരുത്തി, എനിക്ക് ഭയങ്കര സാമ്പത്തിക നഷ്ടം വരുത്തി. പക്ഷേ സ്വർഗത്തിൽ ഉത്തമ സമ്പത്തുണ്ടെന്ന് പറഞ്ഞ് ഞാനത് സന്തോഷത്തോടെ സഹിച്ചു. എന്നെ ശകാരിച്ചു, ഞാൻ പകരം ശകാരിച്ചില്ല. ഞാൻ കഷ്ടപ്പെടുത്തി, ഞാൻ ഭീഷണം പറഞ്ഞില്ല. ഞാൻ ഞെരുക്കം അനുഭവിച്ചു, പക്ഷെ ഇടുങ്ങിപ്പോയില്ല. ഞാൻ വഞ്ചിക്കപ്പെട്ടു, ഞാൻ തിരിച്ചു വഞ്ചിച്ചില്ല. ഞാൻ ഏതെല്ലാം ദുർഘട വഴികളിൽ കൂടി കടന്നുപോയി, അശേഷം എൻ്റെ ഹൃദയത്തിൽ എടുക്കം വന്നില്ല. അതെന്താ? അങ്ങനെ മനുഷ്യരുണ്ടോ? ഒരു മനുഷ്യരുണ്ടോ? ഉപദ്രവിച്ചു തന്നെ ലജ്ജിച്ചു പോകുന്ന ഒരവസ്ഥ. ആരാ? അതെല്ലാം വചനം ഓർത്തുകൊള്ളണം. ആ 7 കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊള്ളണം. എന്താണ്? തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല, ഞെരുക്കത്തിലിരുന്നിട്ട് ഇടുങ്ങിപ്പോയില്ല, സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. ബാല്യം മുതൽ പലപ്പോഴും ഉപദ്രവിച്ചെങ്കിലും പ്രതികാര ചിന്ത ഉണ്ടായില്ല. തന്നെ അനേക വഞ്ചനയിൽ കൂടി തന്നെ ഉപദ്രവിച്ചെങ്കിലും തിരിച്ചു ഞാൻ വഞ്ചിച്ചില്ല. കഷ്ടത അനുഭവിച്ചെങ്കിലും വഞ്ചനയ്ക്ക് ഞാൻ തിരിഞ്ഞില്ല. ആർക്ക് കഴിയും? ആർക്ക് കഴിയും? ഇത്രയും അനുഭവിച്ചതിന് ശേഷം, ഈ 7 കൂട്ടം കാര്യങ്ങൾ അനുഭവിച്ചതിന് ശേഷം തിരിച്ചിരിക്കുന്നു, ആരോടും ഒരു പ്രതികാരവും ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ ആരാ? വേറെ ആരും ഒന്നും ചിന്തിക്കേണ്ട, അവനാണ് ക്രിസ്തു, അവനാണ് യേശു ക്രിസ്തു. ഈ കാര്യങ്ങളെല്ലാം അവൻ അനുഭവിച്ചതാ. ഏതൊക്കെ അനുഭവിച്ചു? കഷ്ടം അനുഭവിച്ചു, വഞ്ചന അനുഭവിച്ചു, ഞെരുക്കം അനുഭവിച്ചു, ശകാരം കേട്ടു, അനുഭവിച്ചു, തന്നെ അപമാനിച്ചു, തന്നെ കൊല്ലാൻ നോക്കി. തിരിച്ച് അവനിൽ നിന്ന് നന്മയല്ലാതെ ഒന്നും വന്നില്ല. കാരണം തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. അവസാനം പോകാൻ സമയത്ത് വഴിക്കും ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു കാര്യം അവന് സർട്ടിഫിക്കറ്റുമായി പോയി. ഇവിടുന്ന് ഒരു മനുഷ്യൻ ശരീരം വിട്ട് പോകുമ്പോൾ അവന് കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് എന്താ? അവൻ ദൈവത്തിന്റെ പക്ഷക്കാരനാണ്, അവൻ ദൈവത്തിന്റെ സ്നേഹിതനാണ്, അവൻ നീതിമാനാണ്. 3 യോഗ്യതകളുമായി പഴയ നിയമ വിശുദ്ധന്മാർ മുഴുവൻ പോയി. ഏറ്റവും ശ്രേഷ്ഠനായി യേശുവും പോയി. എന്നാൽ മറ്റുള്ളവരാകട്ടെ തങ്ങൾ അനുഭവിച്ച, നമ്മളത് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. തങ്ങൾ
അഹീത്തോഫേല് എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിന്റെ ആലോചന പോലെ ആലോചന പറയുന്ന ഒരു വ്യക്തിയാണ്. ഇസ്രായേൽ ദാവീദിന്റെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ കഴിവെന്താണെന്നറിയോ? കായികമായിട്ടും ബുദ്ധിപരമായിട്ടും അത്ര കഴിവുള്ള മനുഷ്യനാണ്. യുദ്ധം ചെയ്യാൻ ആ മനുഷ്യന്റെ സാമർഥ്യം പേരുകേട്ടതാണ്. അത് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ ആ മനുഷ്യൻ ഒരിക്കലും ഒരു ഉപദ്രവം നേരിട്ടു. എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ മകന്റെ മകളെ ഒരാൾ അപമാനിച്ചു. ആ പ്രതികാരം അവൻ വെച്ചുകൊണ്ടിരുന്നു. ആ പ്രതികാരം കൊണ്ട് അവൻ ദാവീദിനെ കൊല്ലാൻ ഒരുങ്ങി. അതിനാൽ അവൻ നശിച്ചു. ഓർക്കണം, തെറ്റ് ചെയ്തത് ആര്? ശിക്ഷ അനുഭവിച്ചത് ആര്? തെറ്റ് ചെയ്തത് ദാവീദ്, ശിക്ഷ അനുഭവിച്ച അഹീത്തോഫേല്. കാരണം ദൈവത്തിന്റെ പക്ഷക്കാരന്, നീതിമാനായവന്, ദൈവത്തിന് സ്നേഹിതനായി തീരാനുള്ളവന് ഒരിക്കലും പ്രതികാരം ചെയ്യില്ല. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടു. ഒരിക്കലും അവൻ പ്രതികാരം ചെയ്യില്ല. ഇത് ആ പ്രതികാരം ചെയ്തു. അബ്ശാലോം നശിച്ചുപോയി. കാരണം എന്താണെന്നറിയാമോ? തന്റെ സഹോദരിയെ അപമാനിച്ച സമയം മുതൽ ആ പ്രതികാരം വെച്ചുകൊണ്ടിരുന്നു. ആ പ്രതികാരം തക്ക സമയത്ത് സഹോദരനെ കൊന്നു. തുടർന്ന് അവൻ വാളെടുത്തവൻ വാളാൽ എന്നുള്ള വചനത്തിലുള്ളതുപോലെ അവൻ നശിച്ചുപോയി. ദിവസവും തുടക്കം മുതലേ നമ്മൾ നോക്കണം. തെറ്റ് ചെയ്തത് ആര്, ശിക്ഷ അനുഭവിച്ചത് ആരെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. തെറ്റ് ചെയ്തത് മാനുഷികം, പ്രതികാരം ചെയ്തത് പൈശാചികം. തെറ്റ് ചെയ്തത് മാനുഷികം, അത് പിശാച് മനുഷ്യനെ സ്വാധീനിച്ച് ചെയ്യുന്നതാണ്. പ്രതികാരം ചെയ്യുന്നത് അങ്ങനെയല്ല. പിശാച് തന്നെ അവനെക്കുറിച്ച് അവൻ ദൈവത്തിന്റെ വിരോധിയായി തീർന്നതിന് ശേഷമാണ് ആ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു വിഷയം, നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ഒരിക്കലും നന്മ പ്രതീക്ഷിക്കേണ്ട, ഒരിക്കലും ഈ ലോകം നമ്മത്തിൽ നിന്നുള്ള അംഗീകാരം പ്രതീക്ഷിക്കേണ്ട, ഈ ലോകത്തിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിക്കേണ്ട. ഈ ലോകത്തിന്റെ സ്നേഹിതനാകാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവാകും. ഒരിക്കലും ഈ ലോകം സ്നേഹിതനാക്കി തീർക്കാനോ ഈ ലോകം നല്ലതെന്ന് പറയാനോ ദൈവത്തിന്റെ ജനം ആഗ്രഹിക്കരുത്, ആഗ്രഹിക്കാൻ പാടില്ല. കാരണം ദൈവത്തിന്റെ ജനത്തിന് ആഗ്രഹം ഒന്നേ ഉള്ളൂ, ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. കർത്താവെ, ഇവിടെ നിന്ന് പോയി ഇല്ലാതാകുന്നതിന് മുമ്പേ ഞാൻ വഞ്ചന അനുഭവിച്ചിട്ടുണ്ട്, കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്, കർത്താവ് ഞെരുക്കം അനുഭവിച്ചിട്ടുണ്ട്, ഉപദ്രവം ഏറ്റിട്ടുണ്ട്, ശകാരം കേട്ടിട്ടുണ്ട്, വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ കർത്താവെ, ഇതൊന്നിനും പ്രതികാരം ചെയ്യാൻ തക്കവണ്ണം എൻ്റെ ഹൃദയം തിരിയരുത്. കർത്താവ് സ്തോത്രം. എനിക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഞാൻ വഞ്ചിക്കപ്പെടുമ്പോൾ, ഞാൻ ഉപദ്രവിക്കപ്പെടുമ്പോൾ തിരുമുഖത്ത് നിന്നൊരു വാക്ക് കിട്ടിയാൽ മതി, ഇവൻ എൻ്റെ സ്നേഹിതൻ, ഇവൻ എൻ്റെ പക്ഷക്കാരൻ, ഇവൻ നീതിമാൻ ഒന്ന് പറഞ്ഞാൽ മതി. നീ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഈ ഏറ്റുള്ള ഉപദ്രവം എല്ലാം സഹിച്ചോളാം. ഞാൻ ഒരു കാര്യമില്ലാതെ എന്നെ ഉപദ്രവിച്ചിട്ടുള്ളത് മുഴുവൻ ഞാൻ അത് വിട്ട് കളഞ്ഞേക്കാം. ഒരു കാര്യം ഞാൻ മനസ്സിൽ വയ്ക്കില്ല. നീ ഒരു കാര്യം പറഞ്ഞാൽ മതി, ഞാൻ നിന്റെ പക്ഷക്കാരനെന്ന് ഒരു വാക്ക് കിട്ടിയാൽ മതി, ഞാൻ നിന്റെ സ്നേഹിതനെന്ന്. കാരണം ആത്മീയ മണ്ഡലങ്ങളിൽ അത്രമാത്രം വലിയൊരു യുദ്ധത്തിന്റെ നടുവിലാണ് എന്നെ ഇവിടേക്ക് ജനിപ്പിച്ചത്. ഞാനത് ചെറുപ്പത്തിൽ അറിഞ്ഞില്ല. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇത്രയും കാലം ഞാൻ നടന്നിട്ട് ഒരാള്, സഹോദര, കർത്താവിന്റെ ദാസനെ, മകനെ, ദൈവത്തിന്റെ പൈതലേ, നീ ഈ ലോകത്തിൽ ജനിച്ച സാഹചര്യം ഏതാണെന്നറിയാമോ?
കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് കളിക്കളത്തിൽ ഫുട്ബോൾ ടൂർണമെന്റിൽ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ അവസാനം ഫൈനൽ മത്സരത്തിന് വന്ന് നിൽക്കുക. അവിടെ നിൽക്കുന്ന അവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കണം. ആ പ്രധാനപ്പെട്ട വ്യക്തിയുടെ നേർക്കുള്ള ദൃഷ്ടി മനസ്സിലാക്കണം. കാരണം അവനറിയാം ഞാൻ ഏത് സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. അത്രമാത്രം ലോകം മത്സരം നോക്കിക്കൊണ്ടിരിക്കും. ഇതിൽ ഞാൻ തോറ്റാൽ തോൽക്കുന്നത് ഒരു രാജ്യമാണ്. ഇതിൽ ഞാൻ ജയിച്ചാൽ ജയിക്കുന്നത് ഒരു രാജ്യമാണ്. ഇത് തന്നെയാണ് ഇന്ന് ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, ദൈവമേ, ഞാൻ ഈ ലോകത്ത് ജനിക്കാനുണ്ടായ സാഹചര്യം എന്താ? ആത്മീയ മണ്ഡലങ്ങളിൽ ഇത്രയും വലിയ ഒരു സംഘടനത്തിന്റെ മധ്യത്തിലാണ് എന്നെ ജനിപ്പിച്ചിരിക്കുന്നതെന്നും ഈ ലോകത്ത് വന്നതിന് ശേഷം എന്നെ ജനിപ്പിച്ചവൻ ഒറ്റ കാര്യം മാത്രമേ എന്നോട് ചോദിക്കുന്നുള്ളൂ, നീ എൻ്റെ പക്ഷക്കാരനെന്ന് തെളിയിച്ചാൽ മതി, എന്നിട്ട് നീങ്ങി പോര് എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും ദൈവമേ ഞാൻ ഇതുവരെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ പക്ഷക്കാരൻ. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ സ്നേഹിതൻ യോഗ്യതയുണ്ടായിട്ടല്ല. യേശു പറഞ്ഞു, ഞാൻ പറയുന്ന വചനം അനുസരിച്ചാൽ നിങ്ങളുടെ സ്നേഹിതന്മാരാകും. നീതിമാന്മാരോടുകൂടെ എഴുതുന്ന ഒരു അനുഭവം, ഇത്രയും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മുടെ ജീവിതം ധന്യമാണ്. നമുക്ക് മറ്റുള്ളതെല്ലാം ധാരാളം പരാതി ഉണ്ടെന്ന്, ധാരാളം കഷ്ടങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, സമ്മതിച്ചു. ഇതെല്ലാം ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം ഇതൊക്കെ വരുന്നത് ഒടുവിൽ അവസാനം ദാവീദ് എഴുന്നേറ്റതുപോലെ. എങ്ങനെ? മരുഭൂമിയിൽ ദാവീദും കൂട്ടരും ആയിരുന്നപ്പോൾ ശൗലിനെ ഒളിച്ച് നടന്നിരുന്ന സമയത്ത് അവിടെ ധാരാളം ആട്ടുപറ്റമുണ്ട്. നാബാലിൻ്റെ ആടുകളാ, ആട്ടിൻ കൂട്ടമാണ്. അവരെ സംരക്ഷിക്കും, അവരോട് സ്നേഹത്തോടെ ഇടപെടും, ശത്രു വരാൻ സമ്മതിക്കില്ല. അങ്ങനെ കാത്തു സൂക്ഷിച്ചതാണ് നാബാലിൻ്റെ ആട്ടിൻകൂട്ടത്തെ, അവരുടെ ഇടയന്മാരെ. ഒടുവിൽ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് കേട്ട് ദാവീദ് ആളെ പറഞ്ഞയച്ച്, ഞങ്ങൾക്ക് ഇത്തിരി ഭക്ഷണം, വേറെ ഒന്നുമില്ല, പണമൊന്നും വേണ്ട, ഇത്തിരി ഭക്ഷണം, നല്ലൊരു ദിവസമല്ലേ ഞങ്ങൾ വരുന്നേ, ഇത്തിരി ഭക്ഷണം. അവൻ അപമാനിച്ചു പറഞ്ഞു വിട്ടു. നാബാൽ അപമാനിച്ചു പറഞ്ഞു വിട്ടു. നമ്മൾ പറഞ്ഞല്ലോ, പ്രധാന സാധനം ദൈവത്തിന്റെ പൈതൽ അപമാനം ഏൽക്കുമ്പോൾ സഹിക്കില്ല. സഭാമധ്യേ നിന്നുകൊണ്ട് ഒരാളൊരു ദിവസം പറയാം, ഞാൻ ചെയ്ത തെറ്റിനാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, ഞാൻ ചെയ്യാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. അയ്യോ, എവിടെ പോയി? ദൈവം ഉദ്ദേശിച്ചതെന്ത്, അവരുദ്ദേശിച്ചതെന്ത്? പ്രധാന സ്വാതന്ത്ര്യം. തിരിച്ചു വന്ന് ദൂതന്മാർ പറഞ്ഞു, ഇതാ ദാവീദ് ആര്? ഇശ്ശായിയുടെ പുത്രൻ എന്ന് പറഞ്ഞ ആരാ? യജമാന്മാരെ വിട്ടുപോകുന്ന വേലക്കാര് ഈ കാലത്തിൽ ധാരാളമുണ്ട്. ഞാൻ ഇത്രയും എൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന പണിക്കാർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഈ വിരുതെടുത്ത് ഞാൻ അവന് കൊടുത്തു വിടണം. അങ്ങനെ അപമാനിച്ചു പറഞ്ഞു വിട്ടു എന്നുള്ള വാക്ക് കേട്ടു. അപമാനിച്ചു എന്ന് കണ്ടപ്പോഴേക്കും ദാവീദ് എഴുന്നേറ്റു. തന്നോടുകൂടെയുള്ള 400 പേരോട് പറഞ്ഞു വാളെടുത്തോളാൻ പറഞ്ഞു. നാളെ നേരം വെളുക്കുമ്പോ നാബാലിന് ആൺകുട്ടികൾ ആരും ഉണ്ടാവില്ല, പുരുഷന്മാർ ഒരെണ്ണം അവന്റെ കൂട്ടത്തിൽ അവന്റെ കുടുംബത്തിൽ ഉണ്ടാവില്ല, വാളെടുത്തോളാൻ പറഞ്ഞു. പ്രധാന സാധനം ഏത് മനുഷ്യനും ഉണ്ടാവും, സംഭവിച്ചു പോകും. അത് ദൈവം അറിയുന്നു. ഉടനെ തന്നെ ദൈവം പ്രവർത്തിച്ചു നാബാലിന്റെ വേലക്കാരിൽ ചിലരെ ഉണർത്തി. നാബാലിന്റെ ഭാര്യയോട് എന്ന് പറഞ്ഞു, കാര്യത്തിന്റെ പോക്ക് ഇങ്ങനെയാണ്. ദാവീദ് ആരാണെന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ച് പറഞ്ഞു വിട്ടു. അവൻ ആരാന്നറിയാവോ? അഭിഷിക്തനാണ്. ഞങ്ങൾ മരുഭൂമിയിലായിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാ നന്മകളും അവനിൽ നിന്ന് അനുഭവിച്ചതാ, സുരക്ഷിതമായി ജീവിച്ചതാ. എന്നിട്ട് ഇന്ന് അവൻ ഒരു കാര്യം വന്ന് പറഞ്ഞപ്പോഴേക്കും അവനെ അപമാനിച്ച് പറഞ്ഞു വിട്ട്. സംഗതി പ്രശ്നമാവും, ഒരെണ്ണം ഉണ്ടാവില്ല നാളെ.
ഉടനെ തന്നെ അവൾ ചില പ്രവൃത്തി ചെയ്തു. കുറെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ എടുത്ത് ദാവീദിനെ ചെന്ന് കണ്ട് അവന്റെ കോപം ശമിപ്പിച്ചു. അപ്പോ ദാവീദ് പറയുന്ന വാക്കാണ്, സ്വന്തം കൈയാൽ പ്രതികാരം ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന സൈന്യങ്ങളെ യഹോവ വാഴ്ത്തപ്പെട്ടു. ദൈവം ഒന്ന് തടുത്താ, ചിലപ്പോ ഒരു കോപത്തിന് എന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ ദൈവം തടുത്തതാ. അപ്പോ നാബാലിന്റെ ഭാര്യ അബീഗയിൽ പറയുക, നാളെ ഈ സ്ഥിതിക്കെല്ലാം മാറ്റം വരും, ഈ സ്ഥിതിയെല്ലാം മാറും. നിന്നെ ആരോടുകൂടി എഴുതുമെന്നറിയോ? നീതിമാന്മാരോട് എഴുതും, ദൈവത്തിന്റെ പക്ഷക്കാരോട് എഴുതും, ദൈവത്തിന്റെ സ്നേഹിതനോടുകൂടെ നിന്നെ എഴുതും. ആ സമയത്ത് നീ തിരിഞ്ഞു നോക്കും, ഞാൻ ദൈവത്തിന്റെ പക്ഷക്കാരനായി, നീതിമാനായി, ദൈവത്തിന്റെ സ്നേഹിതനായി ഇന്ന് ഞാൻ ഒരു പദവി അനുഭവിക്കുകയാണ്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ ഞാൻ സ്വന്തം കൈയാൽ പ്രതികാരം ചെയ്തിട്ടുണ്ട് എന്നൊരു വേദനയായിരിക്കും. ലോകജാതികളല്ല, ഓർത്തോളണം, ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വന്തം കൈയാൽ ഒരു പ്രതികാരം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആയുഷ്കാലത്ത് ആ വേദന മാറില്ല. ആയുഷ്കാലത്ത്. കാരണം അതിനല്ല ജനിച്ചിരിക്കുന്നത് തന്നെ. നിങ്ങൾ കഷ്ടമനുഭവിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ജനിച്ചത് തന്നെ ഇതിനാണ്. എന്തിന്? ശകാരിച്ചിട്ട് പകരം ശകാരിക്കരുത്, കഷ്ടമനുഭവിക്കും ഭീഷണം പറയരുത്, ഞെരുക്കം വരും ഇടുങ്ങിപ്പോകരുത്, കഠിന ശോധന വരും, എന്നാൽ സന്തോഷത്തിന് കുറവ് വരരുത്, സമ്പത്തുകൾ നഷ്ടം വരും, പക്ഷേ സന്തോഷം അറ്റുപോകരുത്, ബുദ്ധിഹീനരെ സഹിക്കേണ്ടി വരും, അന്നേരം നീരസപ്പെടരുത്, വഞ്ചിക്കപ്പെടും, തിരിച്ചു വഞ്ചിക്കരുത്. അയ്യോ, ഇതെന്തൊരു പ്രമാണം! ആരറിയുന്നു ഈ ക്രിസ്തീയ പ്രമാണം? ഈ ക്രിസ്തീയ പ്രമാണത്തെക്കുറിച്ച് ആർക്ക് മനസ്സിലായിരിക്കുന്നു? ഇതെന്തിനാണ് നീ സഹിക്കുന്നത്? ഇതെന്തിനാണ് നീ ഇങ്ങനെ ജീവിക്കുന്നത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഞാൻ പ്രതിനിധീകരിച്ച് ഈ നിൽക്കുന്ന ഈ ഗോത ഏതാണെന്നറിയോ? ഞാൻ ഇവിടെ ജനിക്കാനുണ്ടായ സാഹചര്യം ഏതാണെന്നറിയോ? അത്ര ഭയങ്കരമായ ആത്മീയ മണ്ഡലങ്ങളിൽ ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള, ദൈവവും ദൈവത്തിന് എതിരാളിയായ സാത്താനും തമ്മിലുള്ള, ദൈവദൂതന്മാരും സാത്താന്റെ ദൂതന്മാരും തമ്മിലുള്ള, സത്യവും വ്യാജവും തമ്മിലുള്ള പരമ യുദ്ധത്തിന്റെ മധ്യത്തിലാണ് ഞാൻ ജനിച്ചത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് യേശു പറഞ്ഞതുപോലെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ഈ ലോകത്തിൽ വന്നു. അവൻ വെളിച്ചമായി. യേശു പറഞ്ഞു, സത്യം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾ സത്യം വിൽക്കുകയല്ല, വാങ്ങുകയത്രേ വേണ്ടത്. ദൈവത്തിന്റെ പക്ഷക്കാരായിത്തീരാൻ ഇടുങ്ങിപ്പോകല്ലേ, ഞെരുങ്ങിപ്പോകല്ലേ, പകരം ശകാരിക്കല്ലേ, വഞ്ചിക്കല്ലേ, തിരിച്ചു വഞ്ചിക്കല്ലേ, പ്രതികാരം മനസ്സിൽ വയ്ക്കല്ലേ. അവൻ രക്ഷപ്പെട്ടു പോയേക്കാം, പ്രതികാരം ചെയ്യുന്നവൻ രക്ഷപ്പെടില്ല. ന്യായപ്രമാണം കൊടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, പ്രതികാരം ചെയ്യണ്ട, പ്രതികാരം എനിക്കുള്ളതാണ്, ഞാൻ പകരം വീട്ടു. കർത്താവിന് സ്തോത്രം. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊരൊറ്റ കാര്യം മാത്രം. ഈ ലോകത്തിലേക്ക് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് കടന്നു വന്നത്. ഒരു കുഞ്ഞിനെ പഠിക്കാൻ വിട്ട് അവൻ ഉന്നത വിദ്യാഭ്യാസത്തിന് പോയ വഴിക്ക് അവിടെ കൂട്ടുകൂടി അവസാനം മദ്യമായി, മയക്കുമരുന്നായി. ചില നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും ആ പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ അവനൊരു മനോരോഗിയായിട്ട് തിരിച്ചു വന്നു. അമ്മ ചോദിച്ചു, മോനെ,
അതിന് ആ ചോദ്യം കേൾക്കാനോ മറുപടി പറയാനോ ഉള്ള മനസാന്നിധ്യവുമോ ബോധമോ ഒന്നും അവനില്ല. മോനെ, ഈ കുടുംബം, നീ ഒരൊറ്റയാള് നീ ഒരൊറ്റയാള് പോയി പച്ച പിടിക്കുന്നത് കണ്ട്, അത് സ്വപ്നം കണ്ടുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതാണെന്ന് നീ മറന്നുപോയല്ലോ. നിനക്ക് ഇളയത് 2 പെങ്ങന്മാരുണ്ട്. നിനക്ക് ഇളയത് നിനക്ക് നിന്റെ ബന്ധുക്കള് ഇത്രയും പേരുണ്ട്. നിനക്ക് മാതാപിതാക്കളുണ്ട്, ബന്ധുക്കൾ. ഇത് മുഴുവന്റെയും ദൃഷ്ടി നിന്റെ മേലല്ലയോ മോനെ? നിന്റെ മേലല്ലായിരുന്നോ? നീ എന്ത് ചെയ്തത്? നീ എന്ത് ചെയ്തത്? ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടവനായി നീ തിരിച്ചു വന്നു. നീ പോകാതിരുന്നെങ്കിൽ ഇത് തന്നെയാ പറയുന്നത്. അവർ ജനിക്കാതിരുന്നെങ്കിൽ അവർ ജനിക്കാതിരുന്നെങ്കിൽ ഇന്ന് ദൈവസഭയിൽ കടന്നു വന്ന ഏത് ജനത്തോടും പറഞ്ഞു പഠിപ്പിക്കേണ്ട ഏറ്റവും ആദ്യത്തെ വാക്കാണ്. അതിനു പകരം ലോകത്തിൽ ജീവിച്ച് നേടി സമ്പാദിച്ച് പേരുണ്ടായി കീർത്തിയുണ്ടായി ലോകത്തിൽ ഞാൻ മോശമല്ല എന്ന് തെളിയിക്കാനുള്ള പ്രേരണയ്ക്കുള്ള ദൂതും ആലോചനകളും എല്ലാമായിട്ട് നടക്കുമ്പോൾ ഓർത്തു കൊള്ളണം, അതൊന്നും അല്ല സത്യം. അതൊന്നും അല്ല സത്യം. സത്യം ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇന്ന് നാം കാണുന്ന ആത്മീക മണ്ഡലവും ആത്മീയ ലോകത്തിലെ ഈ ലോകത്തിലെ ജീവിതവും സത്യവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. സത്യമൊക്കെ വേറെ മാറി നിൽക്കുകയാണ്. കാരണം കാരണം ഇവിടെ ഇവിടെ ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ജനം പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ അങ്ങ് മാറ്റിവെക്കണം. ആ പ്രതീക്ഷ അങ്ങോട്ട് മാറ്റിവെക്കണം. കർത്താവിന് സ്തോത്രം. ഇന്ന് ഏത് നിലയിൽ ഞാൻ ആയിട്ടുണ്ട്. അധർമ്മം നിമിത്തം അനേകരുടെ സ്നേഹം തണുത്തു പോകും. അനേകം അധർമ്മം വരും, അധർമ്മം അനുഭവിക്കേണ്ടി വരും. ഇവിടെ സ്നേഹം നൽകാൻ നിന്നു ആര് പറഞ്ഞു? എന്ത് വിചാരിച്ച്? അധർമ്മം അനുഭവിച്ച് എപ്പോഴും എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട് സന്തോഷിക്കാതെ ജീവിച്ചോ എന്ന് വിചാരിച്ചോ? ഇല്ല, ഇല്ല. അധർമ്മം അനുഭവിച്ചുകൊണ്ട് സ്നേഹം നിന്നിൽ നിന്ന് പുറപ്പെടുവാൻ ഉടയവൻ നോക്കിയിരിക്കുക. അത്ര ഭയങ്കരമായ യുദ്ധത്തിലാണ്. നോക്കണം, ഒരു രാജ്യം അവർക്ക് വേണ്ടി കളിക്കുന്ന ആ ടീമിന് വേണ്ടി ടീമിലേക്ക് നോക്കിയിരിക്കുന്നത് പോലെ സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹമാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അവിടുത്തെ ആരവം നാം കേൾക്കുന്നില്ല. എവിടുത്തെ ആരവം? അവിടെ ഗ്രൗണ്ടിൽ കളിക്കുന്ന 2 രാജ്യക്കാർ കളിക്കുന്ന അവരുടെ നാട്ടിൽ ഉണ്ടാകുന്ന ആരവം വല്ലവരും കേൾക്കുന്നുണ്ടോ? ടിവിയിൽ കൂടി ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും അതിന്റെ പ്രക്ഷേപണം നടന്നുകൊണ്ടിരിക്കുക. ആ പ്രക്ഷേപണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സ്വന്തം രാജ്യത്ത് നടക്കുന്ന ഒച്ച, ഇവരൊരു ഗോൾ അടിക്കുമ്പോഴേക്കും, ഇവർ ജയിക്കുമെന്ന് വരുമ്പോഴേക്കും അവിടുത്തെ ആരവം എത്രയെന്നറിയാവോ? ഇതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. നാം കാണുന്നില്ല. സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന വിശുദ്ധ ദൂതന്മാര്, ആത്മീയമണ്ഡലങ്ങളിലുള്ള അശുദ്ധ ദൂതന്മാര്, അനേകാരം സിദ്ധന്മാരുടെ ആത്മാക്കള്, പുതിയ ദൈവത്തെ മധ്യസ്ഥനായ യേശു, സകലത്തിന്റെ ന്യായവിധിയായ ദൈവം, ഇങ്ങനെ ഇത്ര വലിയൊരു സമൂഹമാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത്. നാം കാണുന്നില്ല. അവർ നമ്മെ കാണുന്നു. നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കും, മരിച്ചാലും പോഷ്ക്ക് പറയുകയില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ആർപ്പ് ഞാൻ കേൾക്കുന്നില്ല. ആത്മീയ മണ്ഡലങ്ങൾ ഉണ്ടാകുന്ന ആർപ്പ് ഞാൻ കേൾക്കുന്നില്ല. ഓസ്ട്രേലിയയിൽ ഇരുന്ന് ജനം ആർപ്പിടുന്നത് ഇവിടെ കളിക്കുന്ന ആളുകൾ കേൾക്കില്ല. ഇതുപോലെ സിയോൻ പർവ്വതത്തില്, ദൈവത്തിന്റെ നഗരത്തില്, ആത്മീയ മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന ആ ശത്രുക്കളുടെ ഇടയിലുണ്ടാകുന്ന ആർപ്പ് പ്രതികാരം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ ദാവീദിനെ ഇല്ലാതാക്കി കളയണം എന്നുള്ള ചിന്തയോടുകൂടി അഹിത്തോഫൽ എഴുന്നേൽക്കുമ്പോൾ ആർപ്പാണ്. എവിടെയാ? ദൈവത്തിന്റെ പാളയത്തിലല്ല, ശത്രുവിന്റെ പാളയത്തിൽ. അയ്യോ, ഇന്ന് നമുക്കൊരു മാറ്റം ആവശ്യമാണ്. കർത്താവിന് സ്തോത്രം.
ദൈവത്തിന്റെ വചനം പറയുന്നത് മനം തഴമ്പിച്ചു പോയവർ, മനസ്സ് തഴമ്പിച്ചു പോയവർ. വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നം അതാ, മനം തഴമ്പിക്കും. പെട്ടകം കുറച്ച് നാളായിട്ട് വീട്ടിലുണ്ടായിരുന്നേ, പെട്ടകവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇരിക്കുന്നത്. പെട്ടകത്തെക്കുറിച്ച് ഉസ്സയ്ക്ക് അറിയാൻ വന്നിടത്തോളം ആർക്കറിയാം? പെട്ടകത്തെക്കുറിച്ച് ഉസ്സയെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഉസ്സയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാം. വണ്ടിയിൽ പെട്ടകം വെച്ചുകൊണ്ട് പോവുകയാണ്. കാള വരണ്ടു, പെട്ടകം ചെരിഞ്ഞു, പെട്ടകം താങ്ങി, ഇത്രേ ഉള്ളൂ. അതിനെന്നാ, പെട്ടകം താഴ്ത്തി വീഴാതിരിക്കാൻ. അവൻ കാണിച്ചത് അവിവേകമായിരുന്നു. എങ്ങനെ വന്നു അവിവേകം? എങ്ങനെ വന്നു? തഴമ്പ് വന്നു. ദൈവത്തോടടുക്കും തോറും, ആത്മീയ ജീവിതം മുമ്പോട്ട് പോകും തോറും തഴമ്പെന്ന് പറഞ്ഞ സാധനം വരും. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു വചനം പറഞ്ഞാൽ മതി, പിന്നെ സ്വസ്ഥതയില്ല. അതിന് ക്രമീകരണം പ്രാപിക്കാത്ത സ്വസ്ഥതയില്ലായിരുന്നു. ഇന്നിപ്പോൾ അത്രയില്ല. കാരണം തഴമ്പിച്ചു. തഴമ്പെന്ന് പറഞ്ഞത് എന്താണെന്നറിയാം? തഴമ്പെന്ന് പറയുന്നത് ഒരു സ്ഥലമുണ്ട്, അവിടെ ചിലപ്പോൾ ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല. ഓരോരുത്തർ അവിടെ ഒരു ആരാധന, അവിടെ ജാതികളുടെ ആരാധന സ്ഥലമാണ്, അവിടെ ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല. ആദ്യമായിട്ട് വരുന്നവർ നിലത്ത് വീഴുക, കാല് ചവിട്ടി ഉടനെ തന്നെ നിലത്തങ്ങ് വീഴുക. കാരണം അവരുടെ ശരീരം അത്ര മൃദുവാണ്. ഒരു കല്ല് കണ്ടു കഴിഞ്ഞാൽ കല്ലം കയറി പോകും. അത്രമാത്രം മാംസളമാണ്, മിനുസമാണ്. പക്ഷേ ഇത് ചെരുപ്പിടാൻ സംഭവിക്കില്ല. ഓരോ ദിവസമായി, 2 ദിവസമായി, തുണിയൊക്കെ വെച്ച് കെട്ടി. അതൊക്കെ കഴിഞ്ഞു 2 മാസം കഴിഞ്ഞു, അവർ സുഖമായി എല്ലാവരും നടക്കണ പോലെ നടക്കുന്നു. കല്ലിന് വ്യത്യാസം വന്നിട്ടില്ല, കല്ലിന്റെ മൂർച്ചയ്ക്ക് ഒരു വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം വന്നു, തഴമ്പ് വന്നു. ഇന്ന് ദൈവത്തിന്റെ സഭ, കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, എഫേസ്യ ലേഖനം എഴുതിക്കുന്നതനുസരിച്ച്, മനം തഴമ്പിച്ചു പോയവർ സകല ദോഷങ്ങളും ചെയ്യാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. തഴമ്പ് പാടില്ല. ഒരാൾ ഉപദ്രവിച്ചു, സഹിച്ചു. വീണ്ടും ഉപദ്രവിച്ചു, അതും സഹിച്ചു. മൂന്നാമത് ഉപദ്രവിച്ചു, പറഞ്ഞു എന്നെ ഉപദ്രവിക്കരുത്. വീണ്ടും ഉപദ്രവിച്ചു, എതിർത്ത് നിന്നു. വീണ്ടും ഉപദ്രവിച്ചു, പ്രതികാരം കൊണ്ട് നിറഞ്ഞു. ഒടുവിൽ ഉപദ്രവിച്ചതിനേക്കാൾ വലിയ ദ്രോഹിയായി തീർന്നു ഉപദ്രവിക്കപ്പെട്ടവൻ. അതുകൊണ്ടാണ് തീമോഥെയോസിന്റെ ലേഖനം പറയുന്നത്, അവർ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും നാൾക്ക് നാൾ ദോഷത്തിൽ മുതിർന്നു വരും. 2 വളർച്ചയാണ്. ദോഷത്തിൽ മുതിർന്നു വരുന്നവരും നന്മയിൽ മുതിർന്നു വരുന്നവരും. ഒരിക്കലും ദോഷത്തിൽ മുതിരരുത്, ദോഷത്തിൽ വളർന്നു വരരുത്. നമുക്കൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. എന്താണ്? ദൈവം പറയണം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ, കർത്താവേ, നീ എന്നെ ഇവിടെ വിട്ടത്, ഈ ലോകത്തിലേക്ക് വിട്ടത്, ഞാൻ ഇവിടെ ജീവിച്ച് ലോകക്കാരനായിട്ട് ജീവിക്കാനല്ല. ഒരു സാക്ഷ്യം. എന്ത് സാക്ഷ്യം? ഇവൻ എൻ്റെ പക്ഷക്കാരൻ, ഇവൻ എൻ്റെ സ്നേഹിതൻ, ഇവൻ നീതിമാൻ. അവർക്ക് എഴുതുന്ന ഒരു പുസ്തകമുണ്ട്. നീതിമാന്മാരോട് എഴുതുന്ന ഒരു പുസ്തകമുണ്ട്. എഴുതിയോ കർത്താവ്? എഴുതിയോ? മതി, വേറൊന്നും വേണ്ട. എനിക്ക് വേറൊന്നും വേണ്ട. ഇതാ ഈ ലോകത്തെ ഞാൻ ചവറെന്നു. നമ്മൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് കാര്യം? എത്ര ശക്തി ഉണ്ടായിട്ട് എന്ത് കാര്യം? എത്ര യുക്തിബോധമുണ്ടായിട്ട് എന്ത് കാര്യം? ഏത് നിലയിൽ ജീവിച്ച സമ്പന്നനായിട്ട് എന്ത് കാര്യം? ഈ കാര്യം പ്രാപിക്കാതെ പോയെങ്കിൽ അവൻ ഗർഭമലസിൽ പോയ പിണ്ടം. അത്രേ ഉള്ളൂ. ഇന്ന് ദൈവസന്നിധിയിൽ, ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നാം ഓർക്കണം. എന്തൊക്കെ ഓർക്കണം? ഞാൻ സമ്പത്തുകളുടെ അപഹാരം എനിക്ക് വരും, ഞെരുക്കം വരും, വഞ്ചിക്കപ്പെടും, ശകാരിക്കപ്പെടും, കഷ്ടമനുഭവിക്കും, സകല വിധത്തിലും ഉപദ്രവിക്കപ്പെടും. പക്ഷേ എൻ്റെ നിഷ്കളങ്കതയ്ക്ക് ദോഷം വരാൻ പാടില്ല. എൻ്റെ മനം തഴമ്പ് വരാൻ പാടില്ല. കർത്താവിന് സ്തോത്രം. ഒറ്റ ആഗ്രഹം മാത്രം, പിതാവേ, നിന്റെ വാക്കുകൊണ്ട്, നിന്റെ നാവ് കൊണ്ട് പറയണമേ, യേശുവേ കരുണ തോന്നണം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഞങ്ങളോട് സംസാരിച്ച ഈ വചനം എന്ത്?
കർത്താവെ, അതിൻ്റെ ആഴമെന്ത്? കർത്താവെ, നാഥ, ഞങ്ങൾ ഹൃദയത്തിൽ കർത്താവ് പലതും കരുതിയിട്ടുണ്ട്. ഞങ്ങൾ അനുഭവിച്ച വേദനയുടെയും കഷ്ടതയുടെയും കർത്താവെ പ്രതികാരമായി പലതും ഞങ്ങൾ കരുതിയിട്ടുണ്ട്. തിരിച്ച് പറയാനുള്ളതും തിരിച്ച് ശകാരിക്കാനുള്ളതും ദൈവമേ തിരിച്ച് വഞ്ചിക്കാനുള്ളതുമായ പല കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഇന്ന് ഈ ആരാധനയിൽ അത് നീങ്ങിപ്പോകണം. ഈ ആരാധനയിൽ കൂടി ഞങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം അത് നീങ്ങിപ്പോകണം. ദൈവമേ, കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കട്ടെ, കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കട്ടെ, വഞ്ചിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കട്ടെ, ശകാരിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കട്ടെ. ദൈവമേ, ഉപദ്രവിച്ചവരെ ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഞങ്ങൾ കഷ്ടപ്പെടുത്തിയവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അവേ, ഓ, ദൈവത്തിൻ്റെ മന്ദിരമായി തീരട്ടെ. യേശുവിൻ്റെ ഹൃദയം പോലൊരു ഹൃദയം ഞങ്ങൾക്ക് തരണം. യേശുവെ, സഭാമധ്യ ഉലാവുന്നവൻ ഇന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ, നന്ദിയുള്ള സ്തോത്രം. ഓ, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഈ വിഷയത്തിന് വേണ്ടി സവിത പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ.